First of all, happy birthday, Lalata. For others, you may be just an actor, but for me, you are cinema. I am a huge fanboy, so ഇതാദ്യം എനിക്ക് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ആൻഡ് ദൃശ്യം 3 ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ്, സ്റ്റാറിങ് ലാലേട്ടൻ, മീന, സിദ്ദിഖ്, മുരളി ഗോപി, അങ്ങനെ കുറേ പേരുണ്ട്. ആൻഡ് നമുക്ക് സ്പോയിലർ ഫ്രീ ആയിരിക്കും ഇത്, നോ സ്പോയിലേഴ്സ്, ആൻഡ് ഇറ്റ് വിൽ ബി എ ഷോർട്ട് വീഡിയോ. ഒറ്റ നോക്കി പറയാനാണെങ്കിൽ അടിപൊളി പടം. ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഒന്നാമത്തെ പോസിറ്റീവ്, ജോർജ് കുട്ടി, ലാലേട്ടൻ. ഹൗ ഈസ് ദ പെർഫോമൻസ് മാൻ? ലൈക്ക് എന്ത് പരിപാടിയാണ് ചെയ്ത് വെച്ചേക്കുന്നത്, അടിപൊളി, ഒരു രക്ഷയില്ല. ലൈക്ക് 1ലും 2ലും ഈ 3ലും ഒക്കെ നോക്കുമ്പോഴേക്ക് നമുക്ക് ഈ ജോർജ് കുട്ടിയുടെ ഇന്നർ ഇമോഷൻസാണ് കുറച്ചുകൂടി 3-നകത്ത് എനിക്ക് കുറച്ചുകൂടെ ഫീൽ ചെയ്ത്. ഗിൽറ്റും കാര്യങ്ങളും ട്രോമയും ആ ഒരു ഭീതിയും കാര്യങ്ങളൊക്കെ ഭയങ്കര കിടിലനായിട്ട്. പുള്ളിക്കാരൻ ഇതൊക്കെ കേക്ക് വർക്ക് റോളാണ്, ബട്ട് ഹീ ഈസ് ടൈലർ മെയ്ഡ് ടു പ്ലേ ജോർജ് കുട്ടി. ആൻഡ് അടിപൊളി ക്യാരക്ടർ. ആ ക്യാരക്ടർ ഇപ്പം ഒന്നാമതേ നമ്മുടെ മനസ്സിലുള്ള ക്യാരക്ടറാണ്, ഇപ്പോൾ കുറച്ചുകൂടെ പതിഞ്ഞു. ആൻഡ് റെസ്റ്റ് ഓഫ് ഓൾ എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് ചെയ്തു. ആൻഡ് ഈവൻ കുറേ പേരുടെ സ്പോയിലേഴ്സ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ആൻഡ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ റൈറ്റിംഗ് സൈഡാണ്. റൈറ്റിംഗ് വാസ് നീറ്റ്, വെരി നീറ്റ്. ലൈക്ക് ഒരു ലൂപ്പ് ഹോൾസും പെട്ടെന്ന് ഈ 1ലും 2ലും ഒക്കെ കണ്ടേക്കുന്നതിൽ കുറേ നമ്മൾ തന്നെ കണ്ടുവെച്ച കുറേ ലൂപ്പ് ഹോൾസ് ഇതിനകത്ത് തന്നെ കവറപ്പ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം ടെക്നിക്കലി ഈ പടത്തിന് വേണ്ടോട്ട് ചെയ്തു, ബട്ട് സ്റ്റിൽ എനിക്ക് ഇപ്പോഴും ദൃശ്യം 1ൻ്റെ സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവ് എടുത്ത വെച്ച ഫ്രെയിംസാണ് ഇപ്പോഴും അതിന് കുറച്ചുകൂടെ ക്വാളിറ്റീസ് D2-നെക്കാട്ട്, ദൃശ്യം 2-നെക്കാട്ട് കുറച്ചുകൂടെ മേക്കിംഗ് ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു എനിക്ക് ദൃശ്യം 3 കണ്ടപ്പം തോന്നിയത്. ആൻഡ് ടെക്നിക്കലി ഓൾസോ ഈ പടത്തിന് വേണ്ടോട്ട് ചെയ്തു. ആൻഡ് BGM ഓൾസോ ഇതൊക്കെ 2-നും 1-നും ഉള്ള ഫ്രാഞ്ചൈസിയിൽ ഉള്ള അതേ മീറ്ററാണ്. സോ അതൊക്കെ അടിപൊളിയാണ്. സോ ഇതും അടിപൊളിയാണ്. പിന്നെ ഉള്ളത് ക്ലൈമാക്സാണ്. ക്ലൈമാക്സും എനിക്ക് വർക്കായി. അത് നല്ല ഫീലായിരുന്നു, നല്ല കിടിലൻ ക്രൗഡ്. ആൻഡ് വെറുതെ അലങ്കോലം ഉണ്ടാക്കുന്ന ക്രൗഡും അല്ല, പക്ക സൈലൻസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ്, സൈലൻ്റായിട്ടും കിടിലൻ മൊമെൻറ്റ്സ് വരുമ്പോൾ കൈയടിക്കുന്ന നല്ല കിടിലൻ ക്രൗഡായിരുന്നു. ആൻഡ് ക്ലൈമാക്സ് വാസ് ഓൾസോ അടിപൊളി. ഞാനിങ്ങനെ കൂടുതൽ ഹൈപ്പ് ചെയ്യുന്നില്ല, യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. നെഗറ്റീവ്സ് എന്ന് പറയാൻ ഈ ദൃശ്യം 1ലും 2ലും 3ലും ഒക്കെ ഒരു ലാഗ് ഫീൽ. ലാഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ അത് ലാഗല്ല, ആക്ച്വലി അതൊരു ബിൽഡപ്പാണ്. ചിലർക്ക് അത് ലാഗ് അടിക്കുമായിരിക്കും, ബട്ട് അതൊരു ബിൽഡപ്പാണ്. എൻ്റെ ആ ബിൽഡപ്പിൽ നമുക്കത് വർക്കാണ് ആക്ച്വലി. ആ ഒരു സ്ലോ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കത് പതുക്കെ കണക്ട് ചെയ്ത് ബ്രീത്തിങ് സ്പേസ് എന്നൊക്കെ പറയുന്നത്, അതൊരു ലാഗ് ഫീലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് ഇറ്റ്സ് എ ടൈം ടു ബിൽഡപ്പ്. ആ ബിൽഡപ്പ് ടൈം ആണ് നമുക്ക് സത്യം പറഞ്ഞാൽ 1ലും 2ലും 3ലും ക്ലൈമാക്സും ആ ഒരു ട്വിസ്റ്റ് പോർഷൻസൊക്കെ നമുക്ക് ഹെവി ആയിട്ട് വർക്ക് ആവാനുള്ള മെയിൻ കാരണം. കാരണം സ്ലോ ആയിട്ട് പോയിട്ടൊരു ജേക്ക് വരുമ്പോഴാണ് നമുക്ക് പവറായിട്ട് തോന്നും. ആൻഡ് അത് ഇതിലും വർക്കായിട്ടുണ്ട്. എനിക്ക് നെഗറ്റീവ്സായിട്ട് അത് മാത്രമേ പറയാനുള്ളൂ. ആൻഡ് ഓവറോൾ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. OTTക്ക് എന്തായാലും കുറേ പേര് ഇപ്പം ബുക്കിംഗ് ഇപ്പോൾ സീറ്റൊന്നും കിട്ടൂല, 1, 2, 3 ദിവസത്തേക്ക് കിട്ടൂല. ആൻഡ് ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ലൈക്ക് പിന്നെ സ്പോയിലേഴ്സ് നോക്കാതെ നേരെ പോയി കാണുക, എൻജോയ് ചെയ്യുക. അടിപൊളി പടം. സോ ദാറ്റ്സ് മൈ റിവ്യൂ. താങ്ക് യു.